തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാക്രമണം. മകനെയും അച്ഛനെയും നടുറോഡിൽ തല്ലിച്ചതച്ചു. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വരുമായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നതിനിടയ്ക്ക് ആ മുടുക്കിൻ്റെ അവിടെ വെച്ച് ഒരു കാർ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഹോൺ അടിച്ചു. അപ്പോൾ സംസാരിക്കാൻ സമ്മതിക്കൂലിടാന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഹസ്ബൻഡിൻ്റെ കഴുത്തിൻ്റെ പുറകെ ഇടിച്ചു. കഴുത്തിൻ്റെ പുറകെ ആയിരുന്നു ഇടി കൊടുത്തത്. അപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി നല്ലോണം ആക്രമിക്കാനാണ്. അപ്പോൾ സോറി എന്ന് പറഞ്ഞപ്പോൾ പിടിച്ച് വലിച്ച് ബൈക്ക് ഹസ്ബൻഡിൻ്റെ പുറത്തോട്ട് വീണു. കൊച്ച് അപ്പുറത്ത് തെറിച്ച് വീണു. പിന്നെ ഹസ്ബൻഡിനെ എടുത്തിട്ട് അവിടെ അടിയപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ട് തിരിച്ച് ഓടിയപ്പോൾ കൊച്ചിനെ ആക്രമിച്ചു. കൊച്ചിനെ താഴെയിട്ട് ചവിട്ടി. കൊച്ചിൻ്റെ കൈ ഡിസ്ലൊക്കേഷനൊക്കെ ആയി. കൊച്ച് കൈ കൊണ്ട് തടുത്തപ്പോൾ കൊച്ചിൻ്റെ കൈയായിരുന്നു. പിന്നെ മുഖം മൊത്തം ചവിട്ട്, കാലിൽ ചവിട്ട്, കയ്യിൽ ഒക്കെ മുറിവായിരുന്നു. ഫുൾ മുറിവാണ്, ചതവും മുറിവും. അക്രമികളെത്തിയ കാറിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് പോയി. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജ്മൽ, ക്രൂരമർദ്ദനം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്ഷമിക്കണം, ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നത്. ഇപ്പോൾ ജിബിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടിയാണ് തകരപ്പറമ്പിന്റെ സമീപത്ത് ഇത്തരത്തിലൊരു ക്രൂരത ഉണ്ടാകുന്നത്. +2 വിദ്യാർത്ഥിയായ അഭിനവ് ട്യൂഷന് പോയിരുന്നു. അഭിനവിനെ ട്യൂഷന് ശേഷം തിരികെ വിളിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് BSNL ജീവനക്കാരൻ കൂടിയായ രാജേഷ് ഇരുചക്ര വാഹനത്തിൽ പോകുന്നത്. ഇവർ തിരികെ വരുന്ന സമയത്താണ് ഈ വഞ്ചൂർ ഭാഗത്ത് സമീപം റോഡിൽ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് തുടർന്ന് ആ കാർ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഹോൺ മുഴക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ തകരപ്പറമ്പ് കുട്ടൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവാണ് ആ കാറിലുണ്ടായിരുന്നത്. ഇയാൾ യാതൊരുവിധ പ്രകോപനവും കൂടാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന രാജേഷിനെയും മകനെയും ഗുരുതരമായ രീതിയിൽ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ മുറിക്കുള്ളിലാണ് രാജേഷും മകനും ഉള്ളത്. അവർക്ക് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വഞ്ചൂർ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി ഇവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് രണ്ടുപേരും ആദ്യഘട്ടത്തിൽ ഈ തകരപ്പറമ്പ് കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ് രാജേഷിനെയാണ് മർദ്ദിക്കുന്നത്. തുടർന്ന് വാഹനം രാജേഷിന് മുകളിലേക്ക് പതിക്കുന്നു. അവിടെ നിലത്ത് വീണ് കിടന്ന ഈ 12ാം ക്ലാസ്സുകാരനായ അഭിനവ്, അദ്ദേഹം ഈ കുട്ടിയുടെ പ്രായമെന്ന് പറയുന്നത് 17 വയസ്സിൽ താഴെ മാത്രമാണ്. ഈ കുട്ടിയെ നിലത്തിട്ട് ചവിട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാജേഷിനെയും ഇവർ വീണ്ടും അവിടേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഇതേ സംഘം തന്നെ ഇവരുടെ വീടെന്ന് പറയുന്നത് ഈ അക്രമം നടന്ന സ്ഥലത്ത് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയാണ്. അവിടേക്ക് എത്തി വീടിന് മുന്നിൽ വീണ്ടും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് മുന്നിലേക്ക് എത്തി വീടിന് മുന്നിലെത്തി വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു അക്രമം ഉണ്ടായി പരാതി ഉണ്ടായിട്ട് പോലും വഞ്ചൂർ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ അമ്മ കരകിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാവിലെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ SI വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ കുഞ്ഞിനെ മർദ്ദിച്ചതിൽ നിങ്ങൾക്ക് കേസുണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചത്. അതായത് 17 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് അതിദാരുണമായി തന്നെ പരിക്കേൽക്കുന്നു, അയാളെ ആക്രമിക്കുന്നു, ഒരു ഗുണ്ടാ നേതാവ് ആക്രമിക്കുന്നു. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് രാവിലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടുകാരോട് വിളിച്ചു തിരക്കുന്നത് മകനെ മർദ്ദിച്ചതിൽ കേസുണ്ടോ. ചേച്ചി നേരത്തെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ മകനെ മർദ്ദിച്ചതിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് പോലീസ് രാവിലെയാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? രാവിലെ എന്നെ വിളിച്ചിട്ട് ഫോൺ SI ആണ്, വഞ്ചൂർ SI ആണ്, നിങ്ങൾക്ക് ഇതിൽ കേസുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ ഒരു കൊച്ചുകുട്ടിയെ അടിച്ചിട്ട് കേസുണ്ടോ എന്ന് ചോദിക്കുക, എന്ത് സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇപ്പം ആർക്കും ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു. അതല്ല, നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ കേസില്ലെന്ന് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു നിസ്സാരം മട്ടിലുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അങ്ങ് സങ്കടവും ദേഷ്യവും വന്നത്. കേസുണ്ടോ എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഒരു കൊച്ചുകുട്ടി അടിച്ചിങ്ങനെ നിലത്തിട്ടിട്ട്, അത് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഒരു കൊച്ചു, അതിനെയൊക്കെ എന്തിനാണ് അടിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അടിച്ചിട്ടാണ് ഈ ചോദിക്കുന്ന കേസുണ്ടോ എന്ന് ചോദിച്ചത്. അതിന്റെ പ്രായം 17 വയസ്സ് മാത്രമാണല്ലേ? 17 വയസ്സ്. +2 പഠിക്കുവാണ് ശാന്തിനികേതൻ സ്കൂളിൽ. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കയ്യിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ട്, മുഖത്തൊക്കെ ചതവാണ്, മൊത്തം ചവിട്ടുമായിരുന്നു താഴെയിട്ട്, കാലിലും ഒക്കെ. കൈക്ക് ഡിസ്ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തലയ്ക്കൊക്കെ നല്ല വേദനയുണ്ട്. അവിടെ മുഖത്തിട്ട് ചവിട്ടിയത് കാരണം തലയ്ക്കൊക്കെ നല്ല വേദനയുണ്ട്, പരിക്കുണ്ട്.
ഉന്മേഷ തന്നെയാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം അതിക്രൂരമായി തന്നെ അച്ഛനും മകനും കഴിഞ്ഞ ദിവസം മർദ്ദനത്തിന് ഇരയായി. അത് ഒരു ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ തകരപ്പറമ്പ് കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിനെതിരെ മുമ്പ് സമാന രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇയാൾ യഥേഷ്ടം പുറത്ത് സഞ്ചരിക്കുകയാണ്. ഇയാൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ 17 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനും അച്ഛനും നേരെ ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടു. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കണം. കാരണം പ്രതി ഇതുവരെ പിടികൂടാൻ മഞ്ചൂർ പോലീസിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഒരു അക്രമമാണ്. കൃത്യമായി രാത്രി തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിൽ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അക്രമം നടന്ന സമയത്തെല്ലാം അതിനുശേഷം ഈ വീടിന് മുന്നിൽ ഇവരുടെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ആ സമയത്തെല്ലാം തന്നെ ഇയാൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ, കാരണം പോലീസ് സ്റ്റേഷൻ ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.